മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് കൂപ്പുകുത്തുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയും വാക്പോരുകളും ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാനെതിരെ പുതിയൊരു പോർമുഖം തുറക്കാൻ വാഷിംഗ്ടൺ നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനായി ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയെ കരുവാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് ലെബനൻ അധിഷ്ഠിത വാർത്താ ഏജൻസിയായ അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്തത്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളും ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റിന്റെ നേതാക്കളിൽ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിലും സംഘർഷങ്ങളിലും തങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അമേരിക്കൻ ഭരണകൂടം കുർദിഷ് സേനയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷ സാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. യുഎസിന്റെ ഈ നീക്കങ്ങളോട് കടുത്ത ഭാഷയിലാണ് ടെഹ്റാൻ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ സഖ്യത്തിന്റെ ഭാഗമാകാനോ യുദ്ധത്തിൽ പങ്കാളികളാകാനോ മുതിർന്നാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ കുർദിഷ് ഭരണകൂടത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ പോരാട്ടത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും അല്ലാത്തപക്ഷം നേരിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്നുമാണ് ഇറാന്റെ ഭീഷണി. മേഖലയിലെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് നീക്കത്തെയും നിഷ്കരുണം അടിച്ചമർത്തുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ തർക്കങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കേന്ദ്രമായി ഇറാഖി കുർദിസ്ഥാൻ മാറുന്നതിന് പിന്നിൽ കൃത്യമായ ഭൂരാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഇറാഖിന്റെ വടക്കൻ മേഖലയിലുള്ള ഈ സ്വയംഭരണ പ്രദേശം ഇറാനുമായി നീളമുള്ള അതിർത്തി പങ്കിടുന്ന ഒന്നാണ്. കൂടാതെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന നിരവധി ഇറാനിയൻ കുർദിഷ് വിമത ഗ്രൂപ്പുകൾക്ക് ഈ മേഖലയിൽ താവളങ്ങളുമുണ്ട്. ഈ സാഹചര്യം മുതലെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനം കുർദിസ്ഥാന്റെ തലസ്ഥാനമായ എർബിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശക്തമായ US സൈനിക സാന്നിധ്യമാണ്. വർഷങ്ങളായി അമേരിക്കൻ സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ഇവിടെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നു. അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ ഇറാന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറാനും രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കുന്ന സുപ്രധാനമായ ഒരു താവളമാണ് എർബിൽ. എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ തന്നെ ഒരു യുദ്ധക്കളത്തിന് സമാനമാണ്. ഇറാന്റെയും USന്റെയും മധ്യത്തിൽ കിടന്ന് വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കാണ് ഇവിടുത്തെ അതിർത്തി പ്രദേശങ്ങൾ സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചത്. അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന വിമത ഗ്രൂപ്പുകളെയും അമേരിക്കൻ താവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ പലതവണ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇറാഖി കുർദിസ്ഥാൻ അമേരിക്ക ഇറാൻ പോരാട്ടത്തിന്റെ അടുത്ത വലിയ കേന്ദ്രമായി മാറുമെന്ന് നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു. ഇത് ഇറാഖി കുർദിസ്ഥാനിലെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായ അമേരിക്കയുടെ സമ്മർദ്ദവും മറുശ്രമത്തിൽ തൊട്ടടുത്തുള്ള വൻ ശക്തികളായ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണ ഭീഷണിയും. ഇതിൽ ഏത് പക്ഷം ചേർന്നാലും കുർദിഷ് ജനതയ്ക്ക് അത് വൻ നാശനഷ്ടങ്ങളെ വരുത്തിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ നിലനിൽക്കുന്ന വൻ സംഘർഷങ്ങളെ ഈ നീക്കം കൂടുതൽ തീവ്രമാക്കും. ഗാസയിലും ലെബനനിലും യമനിലും നടക്കുന്ന പോരാട്ടങ്ങൾക്ക് പുറമെ ഇറാഖ് അതിർത്തിയിൽ കൂടി പുതിയൊരു പോർമുഖം തുറക്കുന്നത് വിനാശകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. ഇറാഖിനെ വീണ്ടും ഒരു അന്താരാഷ്ട്ര യുദ്ധഭൂമിയാക്കി മാറ്റാൻ മാത്രമേ ഈ നീക്കം സഹായിക്കൂ. ഇറാഖ് കേന്ദ്ര സർക്കാരിനും ഇത് വലിയൊരു തലവേദനയാണ് ഉണ്ടാക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും അതേസമയം വിദേശ ശക്തികളുടെ പോരാട്ട ഭൂമിയായി ഇറാഖ് മാറുന്നത് തടയാനും ബാഗ്ദാദിലെ ഭരണകൂടം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കുർദിസ്ഥാൻ മേഖല അമേരിക്കയുടെ പക്ഷം ചേർന്ന് യുദ്ധത്തിനിറങ്ങിയാൽ അത് ഇറാഖിന്റെ ആഭ്യന്തര സ്ഥിരതയെയും ഫെഡറൽ സംവിധാനത്തെയും തകർത്തേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല വിദേശ നയങ്ങൾ പരിശോധിച്ചാൽ ഇറാനെ സാമ്പത്തികമായും സൈനികമായും പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചു പോരുന്നത്. കുർദിഷ് സേനയെ ഉപയോഗിച്ച് ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ടെഹ്റാന്റെ ശ്രദ്ധയും വിഭവങ്ങളും തിരിച്ചുവിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. എങ്കിലും ഈ നീക്കം വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രാജ്യമാണ്. ഇറാഖി കുർദിസ്ഥാനിൽ നിന്നും തങ്ങൾക്കെതിരെ നീക്കങ്ങൾ ഉണ്ടായാൽ അതിർത്തി കടന്നുള്ള വൻതോതിലുള്ള കരസേനാ അധിനിവേശത്തിന് വരെ ഇറാൻ മടിക്കില്ലെന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള സൂചനകൾ നൽകുന്നത്. മിഡിൽ ഈസ്റ്റ് മറ്റൊരു കൂറ്റൻ സ്ഫോടനത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇറാന്റെ കടുത്ത മുന്നറിയിപ്പുകളും വരും ദിവസങ്ങളിൽ ഇറാഖി കുർദിസ്ഥാനെ എങ്ങോട്ട് നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ പ്രാദേശിക വടംവലി ഒരുപക്ഷെ ഒരു പൂർണ്ണ തോതിലുള്ള അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ.